നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഏടെ ഒരു ഇന്റർനാഷണൽ വെർഷൻ കൂടി ഉണ്ടായിരുന്നു. പഴയ ടേക്കൻ്റെ പൈസ കൂടെ വരും. നല്ല മേക്കിംഗ് ആയിരുന്നു, വളരെ തെറ്റാണ്. ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? പക്ഷേ പുള്ളിയാണ് പക്കാ ഇന്റർനാഷണൽ. ഓക്കെ. വിനീത് ശ്രീനിവാസനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നോബിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലിടയ്ക്ക് നല്ല ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നല്ല ത്രില്ലിംഗ് സമയം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹ്യൂമറൊക്കെ വെക്കുന്നത് വ്യത്യാസമാണല്ലേ? വ്യത്യസ്തമായിട്ടുള്ള പടമാണ്. അല്ലാതെ മമ്മൂട്ടി കൂടെ എടുത്തേക്ക് പടം ഫുള്ളായില്ല, സീറ്റൊക്കെ ഒഴിഞ്ഞിടും. ബേസിക്കലി വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒറ്റ പേരാണ് ഈ പടം കാണാൻ ഫസ്റ്റ് ഡേ വന്നത്. അതിനുള്ള എല്ലാ ഗ്യാരണ്ടിയും നമുക്ക് സിനിമ തരുന്നുണ്ട്. ബെസ്റ്റ് മൂവിയാണ്. ഒരു നോർമൽ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ പേസിലാണ് വന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നല്ല എൻഗേജിങ് ആയിട്ട് തോന്നി. ഡയറക്ടേഴ്സ് മൂവി, അത് നമുക്ക് നല്ലൊരു മേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം. കൂടുതൽ നമുക്ക് ഒന്നും പറയുന്നില്ല, ബട്ട് വൺ ടൈം വാച്ചബിൾ. ആശാനൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ തന്നെയാണ് ഇതിൽ മെയിൻ ഒരു എലമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം പല സിറ്റുവേഷൻസ് ഒക്കെ പലതും മാറുമ്പോഴും അതിന് ആ ഫ്ലോയിൽ കൊണ്ടുപോകാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് മൂവിയാണല്ലേ? എന്തായാലും കാണേണ്ട ഒരു പടമാണ്. തിയേറ്റർ അകടിക്കാതെ കണ്ടിരിക്കാം. ലാഗൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര പിടിച്ചില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ കുഴപ്പമില്ല. പിന്നെ തൂക്കിയെന്ന് വെച്ചാൽ ബാബുരാജായിരിക്കും. ബാബുരാജ് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കും. പുള്ളിയുടെ കോമഡിയും കൗണ്ടറൊക്കെ ഈ ഒരു ആവറേജ് ഫിലിം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ലെന്നുള്ളൂ. അപ്പം 2 മണിക്കൂറുള്ള പടം കണ്ടപ്പോൾ തീരും. നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പടത്തിൽ എവിടെ ഒരു ഹൈമോൻ്റെ കാര്യം കിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്യൂമേഴ്സ് വർക്കായിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു പരിപാടിയൊക്കെ തോന്നിയിട്ടില്ല. എങ്ങനെയുണ്ട് പടം? ആക്ഷൻ അഭിനയല്ല നോബൽ ബാബുവിന്റെ കണ്ടസിങ് ആക്ടേഴ്സ് സ്റ്റോറി ഹൈ തരുന്ന സാധനങ്ങളൊക്കെ വളരെ ആക്ഷൻ ഫാക്ടർ സാധനം പ്രതീക്ഷിച്ചാണ്. അടിപൊളി പടം. അതൊരു ഹോളിവുഡ് പടം. മറ്റേ ഈ ട്രാൻസ്പോർട്ടറൊക്കെ ഇല്ല, അതൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ഉള്ളത്. ഒരു ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്. ഓക്കെ. എല്ലാ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മ്യൂസിക്കാണ്. ഓക്കെ. തിയേറ്റർ വാച്ചാണ്? മസ്റ്റ് തിയേറ്റർ വാച്ച്. സിനിമ ഒരു വിഷ്വൽ എൻസൈക്ലോപീഡിയയാണ്. സ്റ്റഡി ഈസ് എൻ ആർട്ട്. ഏതൊരു കാര്യവും പഠിക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. ഈ സിനിമയിൽ എന്തൊന്ന് മോട്ടിവേഷൻസ് ഉണ്ട്. ആ മോട്ടിവേഷൻസ് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മോട്ടിവേഷനാണ്. അറിവുള്ളവനാരും അവഗണിക്കില്ല. 2 ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാണുന്നവർക്കെല്ലാം സ്ട്രേഞ്ചർക്ക് ഒന്നും കൊടുക്കരുത്. ആവശ്യമില്ലാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള അക്കൗണ്ടുകൾ തുടങ്ങരുത്. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെക്യൂർ ആയിട്ടിരിക്കണം. അതൊരു നല്ലൊരു സന്ദേശമാണ്. സിനിമ വിഷ്വൽ എൻസൈക്ലോപീഡിയ. എങ്ങനെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം കൊള്ളാൻ. നല്ല നായകൻ്റെ അഭിനയം, വിനീതിൻ്റെ നല്ല ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഓരോ സീക്വൻസിന് ആഡ് ചെയ്യേണ്ടതൊക്കെ ഉള്ളില്ല കേട്ടോ. അഴകപ്പടം നോബിള് കഥ എഴുതി വൃത്തികേടാക്കിയത്. തിയേറ്റർ വാച്ചിനുള്ള ഒന്നുമില്ല. ഭയങ്കര ബോറായിരുന്നു. എനിക്ക് സിനിമ പേഴ്സണലി വർക്കായില്ല. മനുഷ്യക്കടത്താണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. സിനിമ മനുഷ്യക്കടത്ത് പോലെയുള്ള ഒരു പ്രമേയം വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ഹൈലി പ്രഡിക്റ്റബിൾ ആണ് ഈ സിനിമ എങ്ങനെ പോകുന്നു, എങ്ങനെ അവസാനിക്കുന്നു. തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും അവർ സ്ഥിരം ടെംപ്ലേറ്റ് പിടിച്ച് തന്നെയാണ് പോകുന്നത്. അതിന് യാതൊരു വ്യത്യാസം ഒന്നും പറ്റുന്നില്ല. അപ്പം പിന്നെ പ്രത്യേകിച്ച് ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ളൊരു ഫസ്റ്റ് ഹാഫ് പിന്നെ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം. പിന്നെ വെറുതെ ചുമ്മാ കുരുക്കും പോലെ ചുമ്മാ ഒരു തിരക്കഥയിലിട്ട് അവിടെ നിന്നിട്ട് കറങ്ങി ഒരു ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഓവറോൾ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. തിരക്കഥയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ടാണ് വിനീത് ശ്രീനിവാസന്റെ ഒരു പടം കണ്ടിട്ട് മോശം തന്നെ പറയാം. കാരണം സിനിമ എപ്പോഴും കാണുന്ന പ്രേക്ഷകൻ എന്തെങ്കിലും രീതിയിൽ അതൊരു കണക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇമോഷണലി കുക്ക് ചെയ്യണം. അങ്ങനെയൊന്നും ഈ പടത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം വിനീത് ശ്രീനിവാസന്റെ തിര ആയാലും അടിപൊളി പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതിൽ ധ്യാൻ ശ്രീനിവാസൻ ഡിബറ്റാണ്, പക്ഷെ അതിൽ നല്ല രീതിയിൽ ധ്യാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഇതിൽ നോബലിനെ കൊണ്ട് പറ്റിയിട്ടില്ല. നോബൽ ഇതിനു മുമ്പേ വേറെ 2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നോബലിനെ ലീഡായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ എന്താ പറയുക പ്രേക്ഷകനെ കൊണ്ട് കണക്ട് കിട്ടുന്നത്. നായികമാരായാലും അവരും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇമോഷനാണ്. ആക്ഷൻ ഉണ്ട്, പിന്നെ വിദേശത്താണ് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ പിന്നീട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിൽ ഒരുപാട് ജോണിൻ്റെ ക്യാമറയൊക്കെ കൊള്ളാം. നായികമാർ 2 പേരും നോബൽ അതിന് ട്രൈ ചെയ്തു. പക്ഷെ
നിർഭാഗ്യം എന്ന് പറയാൻ കാണുന്ന പ്രേക്ഷകന് ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. ഒരു ഫ്ലാറ്റ് പടം, വിനീതിൻ്റെ ഒരു പടം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇമോഷൻ വർക്കാവും, അല്ലെങ്കിൽ തമാശകൾ വർക്ക്, എന്തെങ്കിലുമൊക്കെ വർക്കാവും. ഇതിൽ കുറച്ചൊരു ആശ്വാസം ഷാജോന്റെ കുറച്ച് സിനിമകള, മനോജ് കെ ജയൻ, പിന്നെ ബാബുരാജ്. കാരണം 2 മണിക്കൂർ 10 മിനിറ്റ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ 2.5 മണിക്കൂർ മുകളിൽ കണ്ട പോലെ ഒരു ഫീലൊക്കെ ഉണ്ടായി. ഷാനായാലും തിരയിലെ ആ ഒരു രീതിയിൽ ഇവര് മാറിയിട്ടില്ല. തിര പോലെ ഒരു സ്റ്റോറി പ്ലോട്ടായാലും വിദേശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതന്നെ ഉള്ളൂ. തിരയിൽ സംസാരിച്ച അതേ ഒരു വിഷയം തന്നെയാണ് ഈ സിനിമയിലും ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷെ തിര പോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആ ഇമ്പാക്റ്റും ഉണ്ടായി. എന്തായാലും ഇതിൻ്റെ ഒരു എനിക്കൊന്ന് ഫിലിമോഗ്രഫിയിൽ തന്നെ ഒരു ഡൗൺ സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡൗൺ സിനിമ എന്ന് പറയാൻ കാരണം വിനീത് എപ്പോഴും കാണുന്ന പ്രേക്ഷകന് ഒരു ആ സിനിമ എന്തെങ്കിലും രീതിയിൽ ഇമോഷണലി കണക്ട് ആക്കാൻ അങ്ങനെ നോക്കി. ഇതൊരു നിർഭാഗ്യകരമാണ്, ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. ഫോൾ ഫ്ലാറ്റ്.